എന്ത് പരിപാടി? ഒന്നുമില്ല, ഞാൻ വൈഫിനെയും കൊച്ചിനെയും കേട്ടൊന്ന് കാശ്മീർ പോകാനുള്ള പരിപാടിയിലാണ്. കാശ്മീർ? അതെ അതെ. സാധാരണ സൈക്കിളിന്റെ പെഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സാധാ ചെയിനൊക്കെയാണ്. നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചവിട്ടി പോകാം, മോട്ടറിന്റെ സഹായം ഒന്നും ഇല്ലാണ്ട്. അപ്പൊ പാവപ്പെട്ടവന്റെ ബെഡ്റൂം, ഏറ്റവും പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു കുടുംബം മുഴുവൻ യാത്ര ചെയ്യുകയാണ്. അതായത് കൊല്ലത്തുനിന്ന് കാശ്മീർ വരെ ഈ വയനാട്ടുകാര്. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങുവാണ്. തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ കാരവൻ. അതെ, ഒരു പാവപ്പെട്ടവന്റെ കാരവാണ് അല്ലേ? നമ്മുടെ സ്വപ്ന യാത്ര. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 5 പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു കുടുംബം യാത്ര ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ കൊല്ലമാണ്, കൊല്ലത്തുനിന്ന് കാശ്മീർ വരെയുള്ള യാത്രയാണ്. ഏറ്റവും പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ 5 പേർക്ക് വീട് വെക്കാനാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും. എപ്പോൾ തിരിച്ചു വരുമെന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ലക്ഷ്യത്തിനോളം വരെ യാത്രയാണ്. അതെ, എൻ്റെ പേര് റനീഷ് എന്നാണ്, സ്ഥലം വയനാടാണ്. ചേച്ചിയുടെ പേര് രജനി, മോൻ്റെ പേര് റിയ. അപ്പം നമ്മുടെ എല്ലാവിധ ആശംസകളും. നമുക്ക് ആ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം. ഞങ്ങൾ ശരിക്കും പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ വയനാട് സുൽത്താൻ ബത്തേരിയാണ്. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു, കേരള ട്രിപ്പ് കഴിഞ്ഞു, കാസർഗോഡ് നിന്ന് കന്യാകുമാരി ആയി. ഇപ്പോൾ ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടീനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിരുന്ന കാർ രൂപത്തിലാക്കിയിട്ട് ഇപ്പോൾ പത്തനാപുരത്ത് നിന്ന് നേരെ കന്യാകുമാരി നിന്ന് അങ്ങനെ തമിഴ്നാട്, ആന്ധ്ര കവർ ചെയ്ത് അങ്ങനെ ലഡാക്ക് വരെ പോയിട്ട് തിരിച്ചു വരിക. ഓൾ ഓവർ ഇന്ത്യയാണ്. ഇന്ത്യയിലെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പോകണം. നമ്മുടെ കേരള പര്യടനം കഴിഞ്ഞ് ഈ ഭാരത പര്യടനമാണ്. അതെ അതെ, ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങും. അതെ അതെ, അതും ഈ ഒരു സൈക്കിളിൽ. ഇത് സൈക്കിളാണോ? സൈക്കിൾ അല്ലാതെ സൈക്കിൾ ക്യാരവനാ. അങ്ങനെ പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് വേൾഡ് ബിഗ്ഗസ്റ്റ് ഡ്യുവൽ ഇലക്ട്രിക് പെഡൽ സൈക്കിൾ ക്യാരവനാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഞാൻ എൻ്റെ യാത്ര 2021 ഡിസംബർ 10 ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ യാത്രയിലൂടെ ഒട്ടും വയ്യാത്ത, അതായത് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര തീരുമാനിച്ചത്. ആ സമയത്ത് എൻ്റെ കൂടെ വേറൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ കേരള യാത്ര കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴാണ് വൈഫും കൊച്ചും വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കൂടെയുണ്ട്. എൻ്റെ യാത്രയും എൻ്റെ ലക്ഷ്യങ്ങളും കൂടെയുണ്ട്. യാത്രയിൽ ഞങ്ങൾ ആദ്യത്തെ കേരള യാത്രയിൽ കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങൾ വയനാട്ടിലെ 22 സെന്റ് സ്ഥലവും അവിടെ 5 തറയും കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി യാത്ര ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് യാത്ര. തീർച്ചയായും. ഏറ്റവും സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വണ്ടീനെ വീടാക്കി മാറ്റിയിരിക്കുക. അതായത് ഒറ്റ റൂമിൽ ബെഡ്റൂം ഉണ്ട്, ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ എന്താണ് ഈ വണ്ടി? എന്താ സംഭവം? സൈക്കിളാണോ അതോ സ്കൂട്ടറാണോ? ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. അതായത് ഇത് 2 സൈക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതാ. ആദ്യത്തെ വണ്ടി 2 സൈക്കിൾ കൊണ്ട് നിർമ്മിച്ച, അതായത് കടയിൽ നിന്ന് സൈക്കിൾ വാങ്ങിയിട്ട് നിർമ്മിച്ചായിരുന്നു. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് നിർമ്മിച്ച് ഇതിനുള്ളിലേക്ക് ആക്കിയതാ. അതായത് 2 സൈക്കിൾ ചേർന്ന് ഒരു കാരവൻ. അതാണ് നമ്മുടെ കാരവാൻ. നമ്മുടെ പാവപ്പെട്ടവന്റെ കാരവൻ. ആൾക്കാർ കൊടികൾ കൊടുത്ത് കാരവൻ വാങ്ങും. ഞങ്ങൾ പാവപ്പെട്ടവന്റെ ഈ തെർമോക്കോൾ അതൊക്കെ കൊട്ടിച്ചുണ്ടാക്കിയിട്ട് ഉള്ളൊരു കാരവൻ. സംഭവം സേഫ്റ്റിയാണോ? ആ സേഫ്റ്റിയാണ്, നല്ല സ്ട്രോങ് ആണ്. ഇതൊക്കെ പോളികാർബൺ ആണ്. അത്യാവശ്യം ഇടിച്ചാലും കുത്തിയാലൊന്നും പൊട്ടത്തില്ല. ഇതൊക്കെ ഇതിനുള്ളിലേക്ക് ഫോം ഷീറ്റും തെർമോക്കോളും അതുപോലെ നെറ്റും അടിച്ചിട്ടുണ്ട്. അകത്ത് സെറ്റപ്പ് അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിങ്ങനെ നേരെ മറച്ചം കെട്ടിയിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമായി 6x4 ബെഡ്റൂമാണ്. ഒന്ന് കാണിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ പാവപ്പെട്ടവന്റെ ബെഡ്റൂം, പാവപ്പെട്ടവന്റെ ക്യാരവാനിലെ ബെഡ്റൂം ഇല്ലേ? 6x4 ബെഡ്റൂമാണ്. 4 അടിയും 2 ഇഞ്ചും കൂടി ഉണ്ട്. അപ്പൊ സുഖമായിട്ട് കിടക്കാം. തലവണിയും കാര്യങ്ങളൊക്കെ വെച്ച് ബെഡ്ഷീറ്റ് ഒക്കെ വെച്ച് സുഖമായിട്ട് കിടക്കാം. ഇപ്പം ചേട്ടനുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. 3 പേർക്ക് ധാരാളം. ഇതുപോലെ ഇല്ലാത്ത എത്രയോ ജനങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്ത് ലോകത്തെമ്പാടും ഉണ്ട്. ഈ ഒരു സൗകര്യം പോലല്ലേ. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞ സ്വർഗത്തിലാണ്. കൊട്ടാരമാണിത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൊട്ടാരമാണ്. തീർന്നിട്ടില്ല, സൗകര്യങ്ങൾ തീർന്നിട്ടില്ല. ഒട്ടുമില്ല. ഇത് നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ആണ് ഈ മേളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും സ്റ്റോർ ചെയ്യാം, ഡ്രസ്സും കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് യാത്ര ചെയ്യാൻ വണ്ടിയുണ്ട്, കിടക്കാൻ ബെഡ്റൂം ഉണ്ട്, ഭക്ഷണം കഴിച്ച് ജീവിക്കണ്ടേ. അതിന് വേണ്ടി ഒരു ഏരിയ ബാക്കിലുണ്ട്. അതിനുണ്ട്. ഇതിപ്പോ ചവിട്ടുന്ന എങ്ങനെയാണ് ഇപ്പം? തീർച്ചയായിട്ടും ഇതുണ്ടോ. നമ്മള് സാധാരണ സൈക്കിളിന്റെ പെഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സാധാ ചെയിനൊക്കെയാണ്. നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചവിട്ടി പോവാം, മോട്ടറിന്റെ സഹായം ഒന്നും ഇല്ലാണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ നമ്മളൊരു ചവിട്ടി പോവാം. 2 പേര് വേണ്ട. ഒരാളുണ്ടെങ്കിലും കിട്ടും. നമുക്ക് ഈ ഹാൻഡിലൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അടിയിൽ നമ്മൾ റാഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ മറ്റൊന്നും തിരിഞ്ഞു. ഒരാൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ചെറിയൊരു ശീലം വേണം. മഴയും പേടിക്കണ്ട, വെയിലും പേടിക്കണ്ട. അത് തെർമോക്കോൾ ഫോം ഷീറ്റ് ആയതുകൊണ്ട് ചൂടൊന്നും അത്രയും കാര്യമായിട്ട് ഇതിനുള്ളിൽ കൊച്ചു ഫാനും കൊണ്ട് സെറ്റപ്പാണ്. അടിപൊളിയാണ്. പിന്നെ ഒരു തക്കാളിപ്പെട്ടിക്ക് ഗോതരന്റെ ബോട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ചിട്ടുണ്ട്. വണ്ടിന്റെ ബാറ്ററി ഉള്ളതുകൊണ്ട് ബാറ്ററി വോൾട്ടേജ്, കിലോമീറ്റർ സ്പീഡ്, ടോട്ടൽ കിലോമീറ്റർ, ഇൻഡിക്കേറ്റർ എല്ലാ സിഗ്നലും അതിനകത്ത് കാണിക്കും. പിന്നെ സോളാറിന്റെ സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു വീട്ടിലേക്ക് കയറിയ ബാത്റൂം ഉണ്ടാവുമല്ലോ, ആ ബാത്റൂം ഇതിനകത്ത് ഇല്ലാന്നുള്ളൂ. അതേ പോകുന്ന വഴിക്ക് അതേ പെട്രോൾ പമ്പോ പള്ളികളിലൊക്കെ ആയിട്ട് സാധിക്കാം. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ബാക്കിലാട്ടോ. ഇതിങ്ങനെ കാണുമ്പോ എന്തോ ഒരു സാധനം പോലെ ഇല്ലേ, സാധനം ഇങ്ങനെ വലിച്ചാല് ഇതൊരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഗ്യാസും കാര്യങ്ങളും പാത്രമൊക്കെ ഇവിടെ വെക്കും. ആവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ പാത്രമൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നിന്ന് കഴിക്കും.
2-3 സ്റ്റൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുന്നും കഴിക്കാൻ വേണമെങ്കിൽ യാത്രയല്ലേ നമ്മൾ ഇവിടെയൊക്കെ നിന്ന് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് ആഘോഷമായിട്ട് പോവാം. അപ്പൊ അങ്ങനെ ഒരു ഏരിയ ഇവിടെ കിച്ചണുമായി ബെഡ്റൂമായി കിച്ചണുമായി. ഇനി അടുത്ത ഐറ്റം എന്താണ്? ഇനി ഇതിനകത്തേക്കൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാനും വണ്ടി സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇതിങ്ങനെ പൊന്തിച്ചാന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഞങ്ങൾ വാട്ടർ ടാങ്ക് വെക്കാനുള്ള പരിപാടി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ സർവീസ് ചെയ്യണമെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറിയാൽ മതി. അതിനകത്ത് കണ്ടോ ടയർ ഇച്ചിരി വലുതാണെങ്കിലും 2 സോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു മോട്ടർ ഉണ്ട് സോളറിൽ വർക്ക് ചെയ്യുന്നത്, പിന്നെ ഒന്ന് ചവിട്ടാനും വേണ്ടി. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും പാവപ്പെട്ടവന്റെ ക്യാരവനാണത്. ഒന്നിച്ചല്ലോ ഏറ്റവും കൂടുതലായിട്ട് ആളെ അടുത്ത് കിട്ടിയല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ ഇത്തിരി എന്താ പറയാ 4 വർഷത്തോളം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പുള്ളി ഒറ്റയ്ക്കല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോ എനിക്ക് ആളെ അടുത്ത് കിട്ടുകയും ചെയ്തു. നമ്മളും പോകുന്നുണ്ടല്ലോ. ഇപ്പൊ എന്റെ മോൻ പറയുന്നത് വെച്ചാല് പപ്പ പോയിട്ട് 1 വർഷം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ 4 വർഷമായി. അമ്മയെ നമുക്കൂടെ കൂടെ പോയേക്കെ, അല്ലെങ്കിൽ പപ്പ തിരിച്ച് ഉടനെ ഒന്നും വരില്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇറങ്ങിയ യാത്രേന്റെ ഉദ്ദേശം കംപ്ലീറ്റ് ആക്കാണ്ട് ഞാൻ വരില്ല എന്നുള്ളൊരു വാശിയായിരുന്നു എനിക്ക്. വയനാട്ടിൽ കാല് കുത്തില്ല എന്നുള്ളത്. 4 വർഷമായിട്ട് കാല് കുത്തിയിട്ടില്ല. അതുപോലെ ഇപ്പൊ ഇവര് വന്നു, ഇനി എത്രയും പെട്ടെന്ന് യാത്രയും കാര്യങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകണം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്കൊരു ചാനലുണ്ട്, മിഷൻ 1 റുപ്പി എന്ന ചാനലിന്റെ പേര്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഫാമിലി വ്ളോഗും യാത്രയെ കുറിച്ചൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നാളെ രാവിലെ കന്യാകുമാരിക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ചെന്ന് കന്യാകുമാരി കയറിയിട്ട് തമിഴ്നാട് ആദ്യം കവർ ചെയ്ത് പിന്നെ ആന്ധ്രാപ്രദേശ് കവർ ചെയ്ത് അങ്ങനെ റൈറ്റ് കൂടെ പോയിട്ട് ലഡാക്ക് വരെ പോയിട്ട് ലെഫ്റ്റ് കൂടെ ഇറങ്ങി വരിക എന്നുള്ള പ്ലാൻ. തിരിച്ച് നമ്മൾ ഇതിൽ തന്നെ വരുവാ, ചവിട്ടിട്ട് തന്നെയാണോ തിരിച്ച് വീട്ടിലെത്തണം. നമ്മൾ എത്ര നാളുകൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റും ഉദ്ദേശം? ഞാൻ ഏകദേശം കണക്കാക്കുന്നത് ഒരു 1.5 വർഷമാണ് കാശ്മീരിലെത്താൻ. കാശ്മീരിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടി 1.5 വർഷമാണ്. എന്തായാലും കുറച്ച് നീണ്ടാലും ഈ പറഞ്ഞതുപോലെ എന്റെ ലക്ഷ്യം നിവർത്തിച്ചിട്ടേ വയനാട്ടിലെത്തുള്ളൂ. എന്തായാലും നമ്മൾ 5 പേർക്ക് വീട് വെച്ച് തീർച്ചയായിട്ടും പബ്ലിക് ആയിട്ടുള്ള ഫണ്ട് കളക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വ്ളോഗ് ചെയ്യുന്നു, ആ വ്ളോഗിലൂടെ പൈസ കളക്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ സ്ഥലവും വാങ്ങി തറയാക്കിയിട്ടുണ്ട്, ബാക്കി ഇതേപോലെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഈ സൈക്കിൾ ക്യാരവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 6 മാസമായി. 6 മാസം മുമ്പ് വരാൻ നേരത്തെ എനിക്ക് വർക്കും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇദ്ദേഹം ഒരു ഫാബ്രിക്കേറ്റർ ആണ്, ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉദയ ജംഗ്ഷനിലാണ് ഷോപ്പൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വരാനതിന്റെ മെയിൻ കാരണം ഈ വണ്ടി ഉണ്ടാക്കാനുള്ള ഫണ്ട് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 10 ദിവസം ജോലി ചോദിച്ചു. അങ്ങനെ വണ്ടി കയറിക്കോളാൻ പറഞ്ഞു ചേട്ടൻ. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് ദിവസം പണിയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു 3 ആഴ്ച മുമ്പാണ് നമ്മൾ വണ്ടി പണിയാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. അവിടെ ജോലിക്ക് നമ്മള് അതെ. അപ്പോൾ ഇത്രയും കാലം നിൽക്കാൻ നേരത്തും നമ്മുടെ ഒരു അനിയനെ പോലെ അദ്ദേഹം നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വർക്ക്ഷോപ്പ് എന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നാൾ നിന്നത്. 5 ഭിന്നശേഷിക്കാരായ പാവപ്പെട്ട ഫാമിലിക്ക് 5 വീടും അതായത് വസ്തു ഉൾപ്പെടെ ചെയ്തു കൊടുക്കും എന്നൊരു സംസാരം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർണ്ണമായും നടക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക്ഷോപ്പിൽ വെച്ച് ഉണ്ടാക്കിയ സൈക്കിൾ ക്യാരവാനാണിത്.